ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ തിരുവല്ലയിലെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു തൂക്കുപാലം കാണാൻ വായ്പൂർ എന്ന സ്ഥലത്ത് പേരിട്ട് അവിടെ തൂക്കുപാലം കാണാൻ വേണ്ടി വന്നേക്കാണ്. നല്ല രസമാണ്. ഞാനപ്പോൾ മരുമോളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ അത് കാണാമെന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി തൂക്കുപാലം നിങ്ങളെല്ലാവരും കാണും. നല്ല സ്ഥലമാട്ടോ. അവിടെ അങ്ങനെ പബ്ലിസിറ്റി ആയിട്ടൊന്നുമില്ല, എന്നാലും നല്ല സ്ഥലമാണ്. കോട്ടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഈ കടവിൽ ധാരാളം മുങ്ങിമരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ശക്തിയോടെ അടിയൊഴുക്കും പാറക്കെട്ടുകളും ഉള്ള സ്ഥലമാണ്. നീന്തലറിയുന്നവർ വശമില്ലാത്തവർ കുളിക്കരുതെന്ന് ഇറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ വായിച്ചിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ നമ്മളിത് കയറാൻ പോകാം കേട്ടോ. നല്ലൊരു സൈലൻറ്റ് ഏരിയയാണ്. ഇവിടെ ആരിനെയും കാണാനൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. പക്ഷേ ഇത് ഇത്രയും വലിയ പാലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ മലമ്പുഴയിൽ ഇതിൻ്റെ തൂക്കുപാലത്തിൻ്റെ 1/3 ഭാഗമുള്ളൂ കേട്ടോ. ഇത് നല്ല വലിപ്പമുണ്ട് കാണാൻ. സൈലൻ്റായിട്ട് ആരും ടൂറിസ്റ്റുകളൊന്നും ആരും വരുന്നിട്ടൊന്നുമില്ല. ഇതൊന്നും അത്ര പബ്ലിസിറ്റി അല്ല. സംഭവം സൂപ്പറാട്ടോ അത് കാണാൻ. ഞാനിങ്ങനെ നടന്നു. ഇതിൻ്റെ വെള്ളം ഇവിടെ അടുത്ത നാട്ടുകാരെന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇതിൽ വെള്ളം ഫുള്ള് ഇതിൻ്റെ പാലത്തിൻ്റെ അടി വരെ മുട്ടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പാലം കാണുമ്പോൾ ഞാൻ ഈ ജുറാസിക് പാർക്ക് സിനിമകളിലൊക്കെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, ആ കമ്പി, അതിൻ്റെയൊക്കെ ഒരു ഫീലാട്ടോ തോന്നുന്നത്. സംഭവം കിടുക്കിയിട്ടുണ്ട്. എൻ്റെ ഫോണിൽ എത്ര ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ നോക്കിക്കോ, കണ്ടോളൂ. ഞാൻ കണ്ടതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ യൂട്യൂബിൽ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേ ഒരു അച്ഛനും മോളും കൂടിയിട്ട് പേരക്കുട്ടിയാണ് തോന്നുന്നു. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവരെയും കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതായി നിറയെ വെള്ളം ഒഴിച്ച് വരുന്നുണ്ട് കേട്ടോ. വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇന്ന് ചൂണ്ടലിടാനാണ് സത്യത്തിൽ പോകാൻ തീരുമാനിച്ചത്. ഇവിടെയല്ല, വേറൊരു ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, സ്ഥലത്തിൻ്റെ പേര് ചെറ. അപ്പോൾ ആ ചെറയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. പിന്നെയാണ് പറഞ്ഞത് നമുക്ക് വായ്പൂർ ഒരു തൂക്കുപാലമുണ്ട്, തൂക്കുപാലം കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത്ര വലിയതൊന്നും വിചാരിച്ചില്ല, ഒരു ചെറിയൊരു തൂക്കുപാലം എന്നാണ് കരുതിയത്. അവിടെ പോയി നോക്കുമ്പോഴല്ലേ എനിക്ക് ആകെ ഞെട്ടിച്ച് കളഞ്ഞു. അടിപൊളി തൂക്കുപാലം കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് മറുവശത്തേക്ക് പോകാനുള്ള ധൈര്യം അത്ര കുറവായി. സെൻറ്റർ എത്തിയപ്പോൾ ഭയങ്കര താഴത്തോട്ട് നോക്കുമ്പോൾ തലയിറക്കം വരുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അങ്ങനെ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ. തിരുവല്ലയിൽ മല്ലപ്പള്ളി ആനിക്കാട് വായ്പൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള ഒരു പേരിട്ട് പോസ്റ്റ്. സംഭവം കിടക്കിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടേ നേരെ വീഡിയോസ് എടുക്കുവാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസുകളെല്ലാം കൂടിയിട്ട് ഫില്ലാക്കിയിട്ട് ഒരു വീഡിയോസ് ഇടുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നമസ്കാരം ഗ്രൂപ്പിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. അത് കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനതിലിങ്ങനെ നിങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് ഞാൻ അങ്ങനെ വരികയാണ്. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞ് നല്ല സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊന്നും പബ്ലിസിറ്റിയേ അല്ലാന്നേ. ഇതൊക്കെ ഞാൻ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ ഇത് കാണുന്നില്ല. എൻ്റെ പേരക്കുട്ടീൻ്റെ കൂടെ ദിഷൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളോട് ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയണ്ട, ലൈക്ക് തരണം, ബെൽ ബട്ടൺ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരിക. ഓക്കെ, അങ്ങനെ അപ്പോഴോട്ടും എൻ്റെ മരുമക്കൾ എന്നെ ഒരു വീഡിയോസ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ കൂടെ മരുമകളുടെ അച്ഛനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ നല്ല അടിയൊഴുക്കാട്ടോ അവിടെ. അടിയൊഴുക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിയൊഴുക്കെന്നാണ് പറഞ്ഞത്. 35 മരണം സംഭവിച്ചിട്ടുണ്ട് അത്ര അവിടെ ഇതിലൊഴുക്കിൽപ്പെട്ടിട്ടേ. ഓക്കെ, അങ്ങനെ ഞാനിങ്ങനെ നടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് സംഭവം 6 മിനിറ്റാണ്. ഞാനിനി എന്തൊക്കെ പറയുന്നത് ഞാനേ കൺഫ്യൂഷനായിട്ടിരിക്കുക. ഓക്കെ, വെള്ളം കണ്ട ഇങ്ങനെ പോകണം. മ്യൂസിക് ഇടണം തോന്നുന്നു, അല്ലാതെ പറ്റില്ല. കുറേ നേരം സംസാരിക്കണമെങ്കിലേ. ഹലോ ഡിയർ ഫ്രണ്ട്സുകളെ, അപ്പോൾ എൻ്റെ ഈ വോയിസുകൾ ഞാൻ ഇനി സംസാരിക്കാനൊന്നുമില്ല, എല്ലാം പറഞ്ഞു തീർത്തു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മ്യൂസിക് കേട്ടിട്ടുണ്ടാ ഇൻഷോട്ടിൽ. ഓക്കെ, എന്നാൽ നിങ്ങൾ കണ്ടോ അല്ല എന്താ പറയുക, നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമയിൽ നമ്മൾ ഈ ജീവികളെ കാണാൻ പോകുന്നൊരു ഫീലാണ് അവിടെ വന്ന. ഭയങ്കര ഒരു ഫീലാട്ടോ അവിടെ. എന്തുമാതിരി ഫീലാണ്. ഞങ്ങളൊരു ടാറ്റ സുമയിലാണ് പോയത്, തുളസിമാല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അവിടെ ഒരു ഇതുണ്ട്, അതിൻ്റെ റോപ്പ് കെട്ടുന്ന സ്ഥലം നല്ല രസമല്ലേ. ഈ തിരിയുന്നതിലൂടെ ഇങ്ങനെ നല്ല പണ്ടത്തെ ഒരു നൊസ്റ്റാണ് കേട്ടോ. ഇത് കൂടെ അങ്ങനെ ഇറങ്ങാം, നല്ല സുഖമുള്ള സ്ഥലമാണ്.
ഓക്കെ. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വേറെ ഒന്നുമല്ല, ഇവിടെ ഇത്രയും വലിയൊരു പാലുണ്ടായിട്ട് ഇതാരും കണ്ടിട്ടുമില്ല. അവിടെ അത്ര ജനക്കൂട്ടങ്ങളും അതിശയപ്പെട്ട് നോക്കുന്നുമില്ല. അതാണിത്. നമ്മൾ തുളസിമാല ഈ വണ്ടി നമ്മുടെ വണ്ടിയാണ്. ഇതിലാണ് ഞാൻ വന്നത്. ഓക്കെ. അങ്ങനെ ഈ പാലവും തൂക്കുപാലവും അതുപോലെ തന്നെ അവിടുത്തെ വെള്ളവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ വെള്ളം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ തലകറക്കം വരും കേട്ടോ. അമ്മാതിരി വെള്ളം ഇങ്ങനെ എന്താ പറയുക, ഇരമ്പി ഒഴുകുന്ന സമയമാണ്. ഓക്കെ. അയ്യോ, രാവിലെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ശേഷം ഇൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ. പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ അവിടെ നിന്ന് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ നോക്കുന്ന കാരണം എനിക്ക് സൗണ്ട് കമ്മിയാക്കി സംസാരിച്ചാണ്, അത് കേൾക്കുന്നില്ല. ഫുള്ളായിട്ട് വീഡിയോയിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ. അയ്യോ, അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരൂ. നിങ്ങൾ ക്ഷമയോടുകൂടി കാണും. ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണണം. ഇതിൻ്റെ എന്താ പറയുക, സ്ഥലം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, റാന്നി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എവിടെ സ്ഥലം? വായ്പൂരെന്നാണ് പറഞ്ഞത് അവിടെ. ഓക്കെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രസ്സു. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരൂ, സബ് ചെയ്യൂ. ബൈ, സി യു.